നിപ വ്യാപനം തടയാനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏകോപനമില്ലായ്മ തുടരുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. നിപയെ ഒറ്റക്കെട്ടായി നിന്ന് പ്രതിരോധിക്കേണ്ട ഘട്ടത്തിൽ നേതൃത്വം കൊടുക്കേണ്ട ആരോഗ്യമന്ത്രിയും വകുപ്പും ജില്ലാ ഭരണ സംവിധാനവും ഏകോപനമില്ലാതെ പ്രവർത്തിക്കുകയാണ്. ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം ശരിയായ രീതിയിലല്ല. നിപ ബാധയുണ്ടായപ്പോൾ അന്നത്തെ പ്രതിപക്ഷം ചെയ്തതുപോലെ നിപയെ രാഷ്ട്രീയ ആയുധമാക്കാൻ തങ്ങൾ തയ്യാറല്ല. നിപ പ്രതിരോധത്തിൽ എല്ലാ സഹകരണവും ഉണ്ടാകുമെന്നും പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നേരത്തെ നിപ ബാധയുണ്ടായപ്പോൾ ആരോഗ്യമന്ത്രി നിപ ബാധിത പ്രദേശങ്ങളിൽ ക്യാമ്പ് ചെയ്താണ് പ്രവർത്തനം ഏകോപിപ്പിച്ചത്. അത്തരമൊരു ജാഗ്രത എവിടെയും കാണാനില്ല. നിപ കൺട്രോൾ റൂം ജനപ്രതിനിധികൾ അകന്നു നിൽക്കേണ്ട സ്ഥലമാണെന്ന രീതിയിലാണ് സർക്കാർ കൈകാര്യം ചെയ്യുന്നത്. നിപയുടെ അതീവ ഗൗരവമായ സാഹചര്യം ഉയർന്ന ഘട്ടത്തിൽ വലിയ തോതിൽ ആക്ഷേപത്തിനിടയാക്കിയ DHSനെ മാറ്റി പ്രതിരോധ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കേണ്ട ആരോഗ്യവകുപ്പ് തലപ്പത്തിരിക്കുന്നയാളെ മാറ്റുന്നത് സാധാരണഗതിയിൽ പ്രതീക്ഷിക്കുന്നതല്ല. വകുപ്പിലെ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട് സുതാര്യമായി പ്രവർത്തിക്കുന്ന സംവിധാനമുണ്ട്. അത് തകർക്കാൻ ശ്രമിച്ചപ്പോൾ കൂട്ടുനിന്നില്ല എന്നതാണ് നിലവിലെ പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് മനസ്സിലാക്കുന്നതെന്നും പിണറായി വിജയൻ പറഞ്ഞു. നിപ രോഗം സ്ഥിരീകരിച്ചിട്ട് 4 ദിവസങ്ങളായി. നിപ വൈറസിന്റെ വ്യാപനം തടയാനുള്ള ഏകോപനം ആ രീതിയിൽ ഉണ്ടാകുന്നില്ല. അപ്പോൾ ആ ഏകോപനമില്ലായ്മ ഇപ്പോഴും തുടരുന്ന അവസ്ഥയാണുള്ളത്. മാരകമായ പ്രകടശേഷിയുള്ള രോഗം വ്യാപിക്കാനുള്ള സാധ്യത കണ്ടാൽ അത് തടയുന്നതിനുള്ള ഏകോപനം വളരെ പ്രധാനമാണ്. അത് ഉത്തരവാദപ്പെട്ട മന്ത്രി കൂടി ക്യാമ്പ് ചെയ്തുകൊണ്ട് നടത്തുന്ന നിലയാണ് മുൻകാലങ്ങളിൽ കേരളം കണ്ടിരുന്നത്. പക്ഷേ അത്തരമൊരു ജാഗ്രത എവിടെയും കാണാനില്ല എന്നതാണ് നിർഭാഗ്യകരമായ വശം. നിപയ്ക്ക് പുറമെ പലതരത്തിലുള്ള മാരക അസുഖങ്ങൾ കേരളത്തിൽ വരുന്ന അവസ്ഥയുണ്ട്. പാലക്കാട്ട് 2 പേർക്ക് കോളറ സ്ഥിരീകരിച്ചുവെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു. അങ്ങനെ ഇല്ലെന്നാണ് DMO പറഞ്ഞത്. ആളുകൾക്ക് സംശയം വരും. മരുന്നുകൾ എത്തിക്കാൻ അടിയന്തര ഇടപെടൽ വേണം. ഷിഗല്ല ആശങ്കയുണ്ടാക്കി. പ്രതിരോധ പ്രവർത്തനം ശക്തമാക്കണം. കുടിവെള്ള സ്രോതസ്സുകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തണമെന്നും പിണറായി വിജയൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.